നമസ്കാരം, എൻ്റെ പേര് ക്ലെൻജി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ചും ക്രിട്ടിക്കൽനെസ് വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളും മൂലം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടും ശ്രമിക്കുക. ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ അടുത്തുണ്ടായ ചെറിയ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും സുഹൃത്തും കൂടി അടുത്ത് CMC വെല്ലൂർ പോകാനായിട്ട് ഇടയായി, സുഹൃത്തിൻ്റെ ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ഫാമിലിനെ പരിചയപ്പെടാനായിട്ട് ഇടയായി. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മകൾക്ക് വായിൽ നിന്ന് ഇങ്ങനെ തൊലി പോകുന്നു. അങ്ങനെ നാട്ടിൽ പലയിടത്തും കാണിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസിൻ്റെ കുറവുണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ടാബ്ലറ്റ്സൊക്കെ എടുത്തു, പക്ഷേ കുറവില്ല. അങ്ങനെ CMC വന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്, ലുക്കീമിയ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. ഞാൻ ഇവിടെ ഒരു പറയാനായിട്ട് കാരണം, നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും പല അസുഖങ്ങളും എത്തിച്ചേരുന്നത് ഇതുപോലെയുള്ള പല അസുഖങ്ങളിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒരു ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി നമ്മൾ വീക്കാവും, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ചിലവുകൾ വരുന്ന ഒരു കാര്യമാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അസുഖം വന്നിട്ട് പലപ്പോഴും കാണുന്ന കാര്യം, പലപ്പോഴും അസുഖം വന്നതിന് ശേഷമാണ് പലരും ഇൻഷുറൻസ് വരി ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളപ്പോഴേക്കും ലേറ്റോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കമ്പാരിസണൊക്കെ പോവാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യേണ്ട ഒരു കാരണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, സാർ എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇത്തരത്തിലുള്ളവർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നോർമൽ പ്ലാൻ സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും കാണുന്ന കാര്യം ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ചില കമ്പനികളിലൊക്കെ ചില ഉപാധികളോടുകൂടെ ഇത്തരത്തിൽ കണ്ടീഷനുള്ളവർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ആദിത്യബിർലയുടെ ആക്റ്റീവ് 1 വൈറ്റൽ എന്ന് പറയുന്ന പ്ലാൻ. ഈ പ്ലാനിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ചില കണ്ടീഷൻസ് നൽകിക്കൊണ്ട് കമ്പനി ഇത്തരത്തിലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് 3 കണ്ടീഷൻസാണ് ഇൻഷുറൻസ് കമ്പനി അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യത കൂടുതൽ. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ അസുഖത്തിന് പെർമനൻറ്റ് എക്സ്ക്ലൂഷൻ, അതായത് ഇപ്പോൾ എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ക്യാൻസർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ അസുഖത്തിന് പെർമനൻറ്റ് എക്സ്ക്ലൂഷൻ വെച്ചിട്ട് ബാക്കിയുള്ള അസുഖങ്ങൾ കവർ ചെയ്യാവുന്ന രീതിയിൽ ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഹൈ ലോഡിങ് ചാർജ് വെച്ചുകൊണ്ട്, അതായത് ഒരു എക്സ്ട്രാ പ്രീമിയം, ഇപ്പോൾ ഒരു 100% അല്ലെങ്കിൽ 250% ഒക്കെ എക്സ്ട്രാ ലോഡിങ് ചാർജ് വെച്ചുകൊണ്ട് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് അപ്ലൈ ചെയ്യാം. ഇത്ര വർഷം, ഒരു 3 വർഷത്തേക്ക് ഇന്ന അസുഖത്തിന് വെയിറ്റിംഗ് പീരീഡ്, ഇങ്ങനെ ഒരു 3 കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്മിൽ നമ്മൾ കണ്ട പോലെ എല്ലാ അസുഖവും ഈ ഒരു പോളിസിയിൽ എടുക്കാൻ പറ്റും, പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോഡിംഗ് ചാർജും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണ് ഇത് വരുന്നതെന്ന്. അതുപോലെ ഇവിടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദിത്യബിർലയുടെ ആക്റ്റീവ് 1 വൈറ്റലിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ നമുക്ക് ഇപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ളവർക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു പെർമനൻറ്റ് എക്സ്ക്ലൂഷൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലോഡിംഗ് ചാർജ് വെച്ചിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ക്യാൻസർ സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ അസുഖത്തിന് പെർമനൻറ്റ് എക്സ്ക്ലൂഷൻ വെച്ചിട്ട് കൊടുക്കുന്നു, ബാക്കിയുള്ള അസുഖങ്ങൾക്ക് കവർ ചെയ്യാവുന്ന രീതിയിൽ. ഇതിൽ പ്രത്യേകിച്ചും ക്യാൻസർ ഉള്ളവർക്കാണെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ ക്യാൻസർ കെയർ പ്ലാറ്റിനം എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 30 മാസം കഴിഞ്ഞാൽ ക്യാൻസർ വന്നിട്ടുള്ളവർക്കൊക്കെ ഈ പ്ലാനിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്ലാനാണ്. ഇവിടെ പെർമനൻറ്റ് എക്സ്ക്ലൂഷൻ ആണെങ്കിൽ അവിടെ 30 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ തന്നെ കാർഡിയാക് പോളിസി ഉണ്ട്, അവിടെ 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കണ്ടീഷനുള്ളവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ ഈ 2 പോളിസിയിലൂടെ കടന്നു പോകാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ എപ്പിലെപ്സി ഉള്ള കേസുകളാണെങ്കിൽ നോർമൽ പ്ലാനിൽ ചിലപ്പോൾ എപ്പിലെപ്സി ഒക്കെ റിജക്ഷൻ വരാറുണ്ട്. ഇവിടെ നിന്ന് വെച്ചൊരു 3 ഇയർ ഒക്കെ വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ HbA1cയുടെ കേസിലാണെങ്കിൽ ഒരു 10 വരെയുള്ള കേസുകൾക്കൊക്കെ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലോഡിങ് ചാർജ് വെച്ചിട്ട്. അതുപോലെ തന്നെ BMI, ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 40 വരെയൊക്കെ ഉണ്ടെങ്കിൽ BMI വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അൺറിട്ടൺ ഡിസിഷനാണ്. പലപ്പോഴും ഒരു എന്താ പറയുക, നമ്മുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് കമ്പനി ഈ പറയുന്ന തരത്തിലുള്ള ലോഡിംഗ് ചാർജ് അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ
ചുരുക്കി പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കോപ്പേയ്മെൻറ്റ് സപ്ലിമെൻറ്റ് ഒരു പ്ലാനിൽ വരുന്നില്ല. ഇപ്പോൾ നമ്മളതിൻ്റെ വെയിഡിങ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ബ്രോഷറിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൂം റെൻറ്റിനൊന്നും അല്ലെങ്കിൽ ICU ചാർജിനൊന്നും സബ്ലിമിറ്റ് പറയുന്നില്ല. അപ് ടു സം ഇൻഷുർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റോഡ് ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് യൂസ് ചെയ്യാം. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, അതായത് 24 മണിക്കൂറിന് ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനൊന്നും സബ്ലിമിറ്റ് പറയുന്നില്ല. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു 90 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസം വരെയുള്ള ബില്ലുകൾ നമുക്ക് ഇതുവഴി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ യുനാനി ഇതുപോലെ ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും, അതുപോലെ ഓർഗൻ ഡോണർ ട്രീറ്റ്മെൻറ്റ്, ഇതിനൊന്നും യാതൊരു സപ്ലിമെൻറ്റ് പറയുന്നില്ല. സാധാരണ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൊക്കെ കവർ ചെയ്യുന്ന പോലെ തന്നെ, അതുപോലെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് കവർ ചെയ്യുന്നുണ്ട്, റീസ്റ്റോറേഷൻ ഇതിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. നോർമലി സാധാരണ എങ്ങനെയാണോ ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് ഇതിലും കവർ ചെയ്ത് വരുന്നത്. പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ കോപ്പേയ്മെൻറ്റോ ഒന്നും ഈ ഒരു പ്ലാനിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ക്രോണിക് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഡേ 1 മുതൽ ഒരു 7 അസുഖങ്ങൾ പറയുന്നുണ്ട്. ഈ 7 അസുഖങ്ങൾക്ക് ഡേ 1 മുതൽ കവറേജ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഡയബറ്റിക് ആണെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ, ആസ്മ ആണെങ്കിൽ, ഹൈപ്പർ ലിപ്പിഡിമിയ ആണെങ്കിൽ, COPD ആണെങ്കിൽ, ഒബീസിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, ഇങ്ങനെ 7 അസുഖങ്ങൾക്ക് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ ഈ ക്രോണിക് കെയർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിവോപ്പയുടെ റേഷ്യോ 3.0 145 അസുഖങ്ങൾക്ക് നമുക്ക് ഡേ 1 മുതൽ കവറേജ് കൊടുക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് റേഷ്യോ 3.0. അതും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ക്രോണിക് കെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 7 അസുഖങ്ങൾക്ക് ഇവിടെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമുക്കൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാലാണ് പോളിസി ആക്റ്റീവ് ആവുക. ആക്സിഡൻറ്റ് കേസുകൾക്കൊന്നും യാതൊരു വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ല. പിന്നെ ഒരു സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വെരിക്കോസ് വെയിൻ, കാട്രാക്ട്, അല്ലെങ്കിൽ ഹെർണിയ, ഫിസ്റ്റുല എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങൾക്കൊക്കെ ഒരു 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഇൻഷുറൻസിൽ ഓൾമോസ്റ്റ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് 2 വർഷത്തേക്ക്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിനൊക്കെ 3 ഇയറാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പ്രത്യേകിച്ചൊരു കാര്യം, നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ഇതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പോളിസി തന്നെ ക്യാൻസലായിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിൽ കൂടി നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിലൊരു ഹെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ പ്രീമിയത്തിൽ. കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഇതിലൊരു 10,000 സ്റ്റെപ്സ് നമ്മൾ ഡെയിലി നടക്കുകയാണെങ്കിൽ, അതിനെ ഒരു 10,000 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഡേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 365 ദിവസത്തിൽ ഒരു 325 ദിവസം നമ്മൾ ഈ 10,000 സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ നമുക്ക് 100% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു 275 ദിവസം ഒരു ആക്റ്റീവ് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് 50% ഹാഫ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് പ്രീമിയം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പ്രീമിയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് ലോഡിംഗ് ചാർജ് വ്യത്യസ്തമായിരിക്കും. ചില കേസുകൾക്ക് 100% അല്ലെങ്കിൽ 250% വരെ ലോഡിംഗ് ചാർജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഇത് ഒരു നോർമലായിട്ടുള്ളവർക്ക് എടുക്കുന്നൊരു പ്ലാനല്ല. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലാനാണ് ഞാൻ. അതായത് ഈ പറഞ്ഞ പോലെ ക്യാൻസറോ സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽനെസ് വന്നിട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലാനാണ് ഈ ആദിത്യവരുടെ വൈറ്റൽ എന്ന് പറയുന്ന പ്ലാൻ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.